ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ലിച്ചുകുട്ടിയുടെ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന വ്ളോഗാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് എവിടെ പോകുന്നു? ലിച്ചുകുട്ടി ടാറ്റ പോകുന്നു. ആസ് യൂഷ്വൽ ലിച്ചുകുട്ടിയുടെ ടാറ്റ പോക്കാണെന്ന്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് പോകും. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഇതുവരെ ഒന്നും വാങ്ങിച്ചില്ല. സ്കൂളിൽ എല്ലാം വേണം. കണ്ട, കൊച്ചിനെല്ലാം വേണം. ഓക്കെ, എന്തെന്തായാലും നമുക്ക് കൊച്ചിൻ്റെ ആദ്യത്തെ സ്കൂളിലെ പോക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ നമുക്കിന്ന് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, അടിച്ചു പൊളിക്കുന്നുണ്ട്, നന്നായിട്ട് പൊളിക്കുന്നുണ്ട്. അച്ഛൻ്റെ പേര് പൈസയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കും അല്ലേ കള? ഓക്കെ ഗായ്സ്, അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് അവിടെ പോയതിന് ശേഷം കാണാം. അപ്പോൾ ഗായ്സ്, പിന്നെ നമ്മൾ നേരെ വന്നത് ബാഗിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഒരുപാട് ബാഗ് നമ്മൾ നോക്കി, പക്ഷേ അവസാനം ലിച്ചുകുട്ടിക്ക് യൂണിക്കോൺ ഫേവറേറ്റ് ആയതുകൊണ്ട് നമ്മൾ യൂണിക്കോണിൻ്റെ ബാഗിൽ നിന്ന് ചൂസ് ചെയ്തു. അവൾക്കത് ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞു. ഇട്ടൊക്കെ നോക്കി, നല്ല സന്തോഷമാണ് കേട്ടോ ആള്. പിന്നീട് നമ്മൾ നടന്നു വന്നപ്പോഴത്തേക്കും നല്ല പേഴ്സിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീജയ്ക്ക് വേണ്ടിയിട്ട്, അതായത് എൻ്റെ കൂടെ വന്ന കുട്ടിയില്ലേ, അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പേഴ്സൊക്കെ നോക്കി. അപ്പോൾ ഒരു സിബുള്ള ഈ ഒരു പേഴ്സാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇവളുടെ സ്കൂളിൽ ചെരുപ്പ് നോർമൽ ചെരുപ്പ് മതിയെന്ന് പറഞ്ഞായിരുന്നു. LKG സ്റ്റുഡൻ്റ് ആണ്, ആദ്യത്തെ ഫസ്റ്റ് സ്കൂൾ എക്സ്പീരിയൻസ് ആയിരിക്കും. അവസാനം എന്താ അവളുടെ ഇഷ്ടത്തിന് ഈ ചെരുപ്പ് തന്നെ അവൾ സെലക്ട് ചെയ്തു. അത് എടുത്തൂടെ, ലൈറ്റ് ഉള്ളതുകൊണ്ട് സ്കൂളിൽ വഴക്ക് പറയും. സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണല്ലേ ഗായ്സ്. നമുക്കൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓരോ ബാഗും സ്ലേറ്റും ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ നമുക്കൊക്കെ തോന്നാറ്. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ്. അവസാനം പേന കത്തിയ പോലെ ഒരു പേന ചീപ്പ് ഇറങ്ങി കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര ഒരു പുതുമയാണ് ഈ ഒരു കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഞങ്ങൾ അതവിടെ വെച്ചിട്ട് ലിച്ചുകുട്ടിക്ക് വേണ്ട ഒരുപാട് സ്ലേറ്റ്സും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫാണ് ആക്ച്വലി ഓർമ്മ വരാറ്. ആ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ബുക്സ് വാങ്ങിക്കുന്നു, അങ്ങനെ ഒരുപാട് ഓർമ്മകളാണ് ഇപ്പോൾ ഉള്ളത്. അതൊരു വല്ലാത്ത ഒരു ലൈഫ് തന്നെയാണ്. കൊള്ളാമോ? ഇഷ്ടപ്പെട്ട? ലിച്ചുകുട്ടി ഇതാ അടുത്തതായിട്ട് ഒരു വള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മൊത്തം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലയുന്നുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയില്ല കേട്ടോ, ആൾക്ക് വേണ്ടിയിട്ടുള്ള വളയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ബില്ല് പേ ചെയ്യാനൊക്കെ ആയിട്ട് ലിച്ചുകുട്ടി തന്നെ കൊണ്ടുപോയി അവിടെ കൗണ്ടറിൽ കൊടുക്കാമെന്നൊക്കെ കരുതി വലിയ ജാടയിൽ അങ്ങോട്ട് ആൾ നടക്കുന്നുണ്ട്. പിന്നെ കുറേ നാളായിട്ട് വിചാരിക്കുന്നു വീട്ടിലെ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മാറ്റും ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കാമെന്നും കൂടെ കരുതി. ഇനി ഇങ്ങോട്ട് എന്ന് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പിന്നെ കുറച്ച് നമ്മുടെ ഇരിക്കുന്ന സോഫയുടെ കുറച്ച് കവറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു പർച്ചേസും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനങ്ങ് നടത്തി കേട്ടോ. പിന്നെ വിചാരിച്ചു ഒരു ബെഡ്ഷീറ്റും കൂടെ ഇരിക്കട്ടെ എന്ന്. അങ്ങനെ പിന്നെ അതും പർച്ചേസ് ചെയ്തു. മതിയായത് ഓക്കെ ആണല്ലേ? ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, ഇതൊരൊക്കെയാ എന്തോ ഇഷ്ടപ്പെട്ട. പിന്നെ നമ്മുടെ സ്കൂൾ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് നമ്മുടെ ബുക്സിനുണ്ടല്ലേ ഗായ്സ്. അപ്പോൾ പിന്നെ ബുക്സ് എന്തായാലും വേണമല്ലോ. അങ്ങനെ അത് കരുതി നമ്മൾ ഒരു 2 ലൈനും അതുപോലെ തന്നെ ഒരു കോളം ബുക്കൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയേ.
പിന്നെ ഒരു പെൻസിൽ സെറ്റ് എല്ലാം കൂടെ ചേർന്നുള്ളതും നമ്മൾ വാങ്ങിച്ചു. അതെല്ലാം പാക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഫുഡ് അടിക്കാനുള്ള ടൈമായി ഗൈസ്. ഉച്ചക്കൂടി ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ചിക്കൻ നൂഡിൽസ് കഴിക്കാനായിട്ട്. 2 പേർക്കും നല്ല ചിക്കൻ നൂഡിൽസൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ലൈം ജ്യൂസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേര് കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത്. നീണ്ട പർച്ചേസിന് ശേഷം ഞങ്ങൾ ഇവിടെ ഐസ്ക്രീമൊക്കെ ആയിട്ട് തിരിച്ചു വന്നു. നല്ല ടയർഡാണ്. ഉച്ചയ്ക്കാണ് തിരിച്ചു വന്നത്. ഒരുപാട് വെയിൽ കൊണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പിന്നിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത് ഗൈസ്. എന്തായാലും ഞങ്ങളുടെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. മറ്റൊരു പുതിയ വ്ളോഗുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.